അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് സഞ്ജയ് ഫ്രം ദ ട്വിൻസ് ചാനൽ. സോ ഇന്ന് പള്ളിച്ചട്ടമ്പി. ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല. പെട്ടെന്ന് ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, നാടിന്റെ ഞരമ്പുകൾ ഓരോന്നോരോന്നായി പൊട്ടിച്ചെറിയാൻ അവൻ വരും. ആ മണ്ണിന്റെ യഥാർത്ഥ ഉടയോ എല്ലാം ഇപ്പൊ പഴയ കാലമാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഭൂമി മലയാളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മിടുക്കനായ ഒരു ചട്ടമ്പി. ഓക്കെ, പൊന്നും വില കൊടുത്തിട്ടാണെങ്കിലും കൊണ്ടുവന്ന് ക്രിസ്റ്റഫറായി വാഴിക്കണം. അല്ലച്ചോ, ആരോ ഇപ്പൊ അങ്ങനെ ഒരുത്തൻ. എന്റെ പൊന്നു ചട്ടമ്പി, ഒന്ന് ചിരിച്ചൂടെ? അമ്പോ ആമേൻ സിനിമയുടെ ലൈറ്റിംഗ് ഒക്കെ പോലെ അല്ലേ? എന്റെ നാട്ടുകാരെ മൊത്തം മയക്കി വെച്ചേക്കുവാ. ചേരുവാണോ? ചേരു വാർന്നി മണ്ണും മനുഷ്യരൊക്കെ എല്ലായിടത്തും ഒരുപോലെ അല്ലേ? കുന്തുംപുറം കത്തനോ ഒരുത്തനോ വിടോ ബാക്കി ഉണ്ടാവൻ പാടില്ല. മേക്കപ്പ് ഒക്കെ അടിപൊളിയാക്കാം. മേക്കപ്പ് എല്ലാം കൊള്ളാം. ഇന്ന് ഇരുട്ടി വെളുക്കും മുമ്പ് അവര് കൊന്നൊടുക്കും ഈ പാവങ്ങളെ മുഴുവൻ. കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുള്ളു മുളക്. ഒരട് മൂർക്കൻ പാമ്പ്. ആ അതെ, ടീസർ കണ്ട ഓർമ്മയുണ്ട്. സുന്ദര രാവണ. കുന്നുംപുറത്തിന്റെ ചരിവുകളും തിട്ടകളും കാടും മേടും നമുക്ക് മനക്കണക്കാം. ഒരു മറ്റേ മിന്നൽ മുരളിയിലേക്ക് ഒരു ഇവിടുത്തെ മരക്കൂട്ടങ്ങൾ സെറ്റിങ്ങും വൈബും ഒക്കെ. കാവൽ നിൽക്കുന്ന മനുഷ്യരാ. വിജയ് ജോസ്. നേരിടാൻ നമ്മുടെ ആയുധം ഈ മണ്ണാണ്. പള്ളിച്ചിട്ടം സ്റ്റോറിയുടെ സ്റ്റോറി പ്ലോട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മുടെ സ്റ്റോറി പ്ലോട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് വളരെ നമുക്ക് ഇതാണ്. ഒരു പള്ളിയിൽ നാട്ടിൽ പ്രശ്നം നടക്കുമ്പോഴത്തേക്കും അവിടെ ഒരു രക്ഷകനായിട്ട് ഒരാളെ കൊണ്ടുവരുന്നു, തല്ലുന്നു, വഴക്ക് പിടിക്കുന്നു. സ്ഥിരം പരിപാടി തന്നെ. ഓക്കെ, എക്സെപ്ഷണലായിട്ട് അങ്ങനെ ഭയങ്കര ഇതൊന്നുമല്ല. നോർമൽ സാധാ ഒരു നമ്മുടെ ടൊവിനോയുടെ ഒരു ഒരു ചിലപ്പം കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. കുറച്ചധികം കോമ്പറ്റിറ്റീവ് ആയിട്ട് ഇവരെല്ലാം മൂവീസിലോട്ട് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റോറിയും കാര്യങ്ങളെല്ലാം എടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഇസ് വെരി ഹൈ. ഇപ്പോൾ ഇറങ്ങുന്ന മൂവീസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മൂവീസും നല്ല ഒന്നിനൊന്ന് ഇങ്ങനെ കയറി പോകുന്ന മൂവീസാണ്. ഇവർ ഈ ഇപ്പോൾ ഇതിനകത്ത് സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം എനിക്ക് ആ മിന്നൽ മുരളിയുടെ ആ ഒരു സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇത് നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പോഴത്തെ ഒരു ആർട്ട് ഇത് ചെയ്യുന്ന ആ ഒരു ലെവലിലോട്ട് ഇത് കാണാനില്ല. കാരണം എടുത്തു വെച്ചേക്കുന്നതാണ്, ആ കടയൊക്കെ സെറ്റിട്ടേക്കാണെന്നുള്ളത് കണ്ടറിയാം. പക്ഷെ ഇപ്പം അധികം വരുന്ന മൂവീസിലൊന്നും അങ്ങനെ അറിയാൻ പറ്റില്ല. അതാണ് ഒരു ഇപ്പോൾ ഇറങ്ങുന്ന മൂവീസിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഇതിൽ പക്ഷേ അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റോറി ലൈനും നമുക്ക് മനസ്സിലാവും. അവിടെ രക്ഷകനായിട്ട് ഒരാൾ വരുന്നു, എന്താണ് പള്ളിക്കാർക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അവിടെ ഒരാൾ വരുന്നു. കറക്റ്റ് ഒരു ഈസ്റ്റർ ദിവസം തന്നെ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായിരുന്നാലും ഒരു എന്താ നമ്മുടെ പൃഥ്വിരാജിൻ്റെയൊക്കെ മറ്റേ ഒരു പടം ഇറങ്ങിയില്ലേ, കടുവക്കുന്നിൽ അവറാച്ചന കറിയാച്ചന. അപ്പോൾ അത് തന്നെ. അപ്പം അതുമാതിരി ഒരു മൂവി അങ്ങനെ ഭയങ്കര ഇതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനോ കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഒരു ടിപ്പിക്കൽ നോർമൽ സ്റ്റൈൽ ഒരു മൂവി ആൻഡ് ട്രെയിലറിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പോലും അങ്ങനെ സീനോ സീക്വൻസോ അങ്ങനെ മാസ് എൻട്രീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ലുക്കും വളരെ വളരെ റോ ആയിട്ടുള്ള ഒരു ലുക്ക് അല്ലേ, ഒരു ഭയങ്കര എക്സെപ്ഷണലായിട്ട് മറ്റേ ഇതിലൊക്കെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് പൃഥ്വിരാജ് ചെയ്തേക്കുന്ന പോലെ അങ്ങനെയില്ല. സ്റ്റോറിക്ക് വേണ്ട രീതിയിൽ ഒരു നോർമൽ സാധാരണക്കാരനായ ഒരാളുടെ ഒരു വേഷവും പരിപാടികളെല്ലാം ചെയ്ത് വെച്ചേക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതലായിട്ട് നമുക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. നമുക്ക് ഇനി കണ്ടതിന് ശേഷം പടം എന്തായാലും കാണണം. കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. കണ്ടിട്ട് നമ്മളിങ്ങനെ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വുഡ് ബ്ലോ മൈ മൈൻഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ then again let's watch the movie. കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. സോ ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം ഗൈസ്. ബാക്കിയുള്ള അടിപൊളി ട്രെയിലേഴ്സും കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ റിയാക്ഷനും പിന്നെ മൂവി റിവ്യൂസും കാര്യങ്ങളെല്ലാം നമുക്കിടാം. എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്തോ, ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. സോ ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.